തൃശൂർ എരുമപ്പെട്ടിയിൽ ബ്രെയിൻ സ്ട്രോക്കിനെ തുടർന്ന് അബോധാവസ്ഥയിൽ കഴിയുന്ന യുവാവിന് ചികിത്സാ സഹായം വേണം. കുണ്ടന്നൂർ വെള്ളക്കുന്ന് കോളനിയിൽ ചീരാത്ത് വീട്ടിൽ 48 വയസ്സുള്ള സുരേഷാണ് സുമനസ്സുകളുടെ കാരുണ്യം തേടുന്നത്. ഭാര്യയും 2 മക്കളും അടങ്ങുന്നതാണ് സുരേഷിന്റെ കുടുംബം. ലൈഫ് പദ്ധതിയിൽ ലഭിച്ച പണി പൂർത്തീകരിക്കാത്ത വീട്ടിലാണ് താമസം. നിലമ്പൂരിലെ പോലീസ് ക്യാമ്പിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക പാചകക്കാരനായി ജോലി ചെയ്തിരുന്നു. ഇവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് കുടുംബം പുലർത്തിയിരുന്നത്. കഴിഞ്ഞ മാർച്ചിൽ അവധിക്കെത്തിയപ്പോഴാണ് സുരേഷ് ബ്രെയിൻ സ്ട്രോക്ക് സംഭവിച്ച് വീട്ടുമുറ്റത്ത് കുഴഞ്ഞു വീണത്. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ തലച്ചോറിൽ രക്തം കട്ടപിടിച്ചതായി കണ്ടെത്തി. തുടർന്ന് സർജറിക്ക് വിധേയനാക്കി. ജീവൻ നിലനിർത്താൻ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും അബോധാവസ്ഥയിലാണ്. ഓപ്പറേഷനും മറ്റുള്ള അവിടുത്തെ ഹോസ്പിറ്റലിൽ ചിലവ് കൂടിയിട്ടൊരു 1.5 ലക്ഷം രൂപയോളം അവിടെ ചിലവ് വന്നിട്ടുണ്ട്. ഇനി അടുത്തൊരു ഓപ്പറേഷൻ കൂടി വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ അന്ന് മുതൽ ഇന്നേ വരെ ഓർമ്മ വന്നിട്ടുമില്ല, കണ്ണ് തുറന്നിട്ടുമില്ല. സാമ്പത്തികമായിട്ട് ചികിത്സയ്ക്ക് വളരെ ബുദ്ധിമുട്ടാണ്. യന്ത്രസഹായത്തോടെ ശ്വസിക്കുന്ന സുരേഷിന് ട്യൂബിലൂടെയാണ് ഭക്ഷണം നൽകുന്നത്. ഒരു ശസ്ത്രക്രിയ കൂടി നടത്തിയാൽ സുരേഷിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. 5 ലക്ഷത്തോളം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നു. നിലവിൽ 1 മാസത്തെ മരുന്നിന് മാത്രം 20,000 രൂപയോളം ചിലവുണ്ട്. ചികിത്സിക്കുന്നു ഞങ്ങൾക്ക് യാതൊരു മാർഗമില്ല. ആൾ വരുമാനം മാത്രം ഞങ്ങളുടെ ആകാശ്രയം. ഇനി ഒരു ഓപ്പറേഷൻ കൂടി ഉണ്ട്. ഞങ്ങൾക്ക് തലയോട്ടി കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ട് അത് ജൂബിലി മിഷനിൽ ഇപ്പോഴും സൂക്ഷിച്ചേക്കുക. 3 മാസത്തിനുള്ളിൽ ആ ഓപ്പറേഷൻ ചെയ്യണം ഡോക്ടർ പറഞ്ഞേക്കണം. അപ്പൊ ഇനി ഞങ്ങൾക്ക് ഇവിടെ ചികിത്സിക്കും നിത്യ ജീവിതത്തിൽ ഞങ്ങൾക്ക് യാതൊരു മാർഗമില്ല. എല്ലാവരും സഹായിക്കണം, അപേക്ഷിക്കണം. പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെയും പൊതുപ്രവർത്തകരെയും ഉൾപ്പെടുത്തി സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. 24 തൃശൂർ.